എന്ന്. ലിൻഡുമോനെ, വലിയമ്മ നിന്നേക്കാളും കുറെ വർഷങ്ങൾ അധികം ജീവിച്ചതിന്റെ പരിചയവും അനുഭവവും വെച്ച് പറയുകയാണ്. നീ ആൻസിസ്റ്റേഴ്സിനെ മറന്ന് കളിക്കരുത്. ആൻസിസ്റ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുള്ളൂ. ജീവിച്ചിരിക്കുന്നവരവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കൊന്നൊരു കൺസേണും ഇല്ല. നിന്റെ ഒരു ഇംഗ്ലീഷ് വായനയും വിദ്യാഭ്യാസവും ഒക്കെ നല്ലതാ, പക്ഷെ അത് മറ്റുള്ളവരുടെ മനസ്സമാധാനം കെടുത്തുന്ന രീതിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ മാത്രം. എല്ലാവരും ധിക്കരിക്കുന്നതിലാണ് നിന്റെ സംതൃപ്തിയെങ്കിൽ നീ വേണമെങ്കിൽ കുറച്ചു കാലത്തേക്ക് വലതിനയക്കൂ. പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു മാറിയാൽ മതി. പ്രശ്നം അതൊന്നുമല്ല അമ്മേ. ഒരു കാര്യം ചെയ്യാം. എന്നെ സ്വാംശീകരണങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരാമെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കുകയും നിങ്ങളുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കുകയും ചെയ്യാം. നിന്റെ ഔദാര്യം ഒന്നും ഇവിടെ ആർക്കും വേണ്ട. സ്വാംശീകരണം ശാസ്ത്രീയ മതത്തിന്റെ അടിത്തറയാണ്. അതനുഷ്ഠിക്കാതെ നീ ജീവിതത്തിൽ വേറെ എന്തെന്നെ ചെയ്താലും ഒരു കാര്യവുമില്ല. ഇവൻ ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കെട്ടിത്തൂങ്ങിച്ചാവും. നീ എന്തു വിവരക്കേടാണ് ഈ പറയുന്നത്? ആൻസിസ്റ്റേഴ്സിൽ നിന്ന് പകർന്നു കിട്ടിയ തന്മാത്രകളെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? പോട്ടെ, അതും ഇതും പറഞ്ഞ് നമ്മൾ വെറുതെ വഴക്കിടണ്ട. ഞാൻ നിങ്ങളെ ഈ ലേഖനത്തിന്റെ ബാക്കിയോടെ വായിച്ചു കേൾപ്പിക്കാം. അത് നിന്നെ പോലുള്ള അവിശ്വാസികൾക്ക് തൊടാനുള്ളതല്ല. ഇവനോട് തർക്കിച്ച് മനസ്സാകെ തളർന്നു. നമുക്ക് കുറച്ചു നേരം ദ ബുക്ക് കേൾക്കാം. You shall not contaminate your body with molecules of another species. The human body is sacred, and you have to transfer your blessed molecules to the subsequent generations through oral or non-oral molecule transfer. Hence, you should not allow molecules of another species to enter your body and join your molecules in. നാം കൂടുതൽ ഊർജ്ജസ്വലരാവേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രോവിൻസിൽ അവിശ്വാസം പ്രത്യക്ഷപ്പെട്ടതിൽ ഹെഡ് ഓഫീസിന് വളരെയധികം ഉത്കണ്ഠയുണ്ട്. ഹാപ്പി ആൻസിസ്റ്റേഴ്സ് ഡേ ലിൻഡു. സെയിം ടു യു. സ്വാംശീകരിക്കാൻ 2-3 പേരെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഈ ആഘോഷത്തിനൊന്നും ഒരു ഹരവുമില്ല. എന്നാലും കണ്ണിൽ കണ്ട അവയങ്ങളൊന്നും സ്വാംശീകരിച്ച് കളയലട കൂട്ട, പിന്നെ ഞങ്ങൾക്ക് അപ്പാട്. ആ, നീ ഇതിവിടെ ആയിരുന്നോ? വീട്ടിലേക്ക് എപ്പോഴാണ് പോകുന്നത്? ഞാൻ ഇത്തവണ പോകുന്നില്ല. അതെന്താ? എല്ലാ വർഷവും നീയല്ലേ നാട്ടിലെ ഘോഷയാത്രയിൽ ബാൻഡ് അടിക്കുന്നത്? പറ്റുമെങ്കിൽ നിങ്ങളുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഈ 2 ദിവസം ഒന്ന് അവന് വാച്ച് ചെയ്യൂ. അവൻ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ നമ്മുടെ കോളേജിനെ ചീത്തപ്പേര്. നിഷേറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഒരിക്കലും ഇല്ല സർ. ആൻസിസ്റ്റേഴ്സിനും മതത്തിനും വേണ്ടി എനിക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു ചെറിയ കാര്യമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. കവിത, വിൽപത്രം. കണ്ണുകൾ ഇളക്കിയെടുത്ത് നടുക്കടലിലൊഴുക്കുക. മത്സ്യകന്യകളെയും നക്ഷത്ര മത്സ്യങ്ങളെയും നാവികരുടെ പ്രേതങ്ങളെയും കണ്ട് അവ
വെള്ളാരം കല്ലുകളാവട്ടെ. ചെവിക്കുടകൾ പറിച്ച് കൊടുങ്കാട്ടിലെറിയുക. ഇഴച്ചിലും കരച്ചിലും ഇലക്കാറ്റിളക്കങ്ങളും ഉണക്കക്കായ് പൊട്ടലുകളും കേട്ട് അവ കരിയിലകളാവട്ടെ. തൊലിയടർത്തി പട്ടമുണ്ടാക്കി നൂലു പൊട്ടിച്ചു വിടുക. ഉൽക്കക്കുഞ്ഞുങ്ങളുടെ ചൂടും മുകിൽക്കൂട്ടങ്ങളുടെ തണുപ്പും മഴവിൽ തരികളുടെ തലോടലുമറിഞ്ഞ് അതൊരാകാശ കഷ്ണമാവട്ടെ. ചിന്തകളെ പൊള്ളിക്കാൻ കൊതിച്ച കൈവിരലുകളെ ഉണക്കി